എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇവിടെ കണ്ട അടിപൊളി മഴയാണ് കേട്ടോ. ഞങ്ങളതുകൊണ്ട് രാവിലെ തന്നെയാണ് മഴ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി കപ്പയൊക്കെ പുഴുങ്ങി ഇച്ചിരി മുളക് ചമ്മന്തിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയും ശക്തമായ കാറ്റും. നമ്മൾ പറയത്തില്ലേ ഒരു തുള്ളി പൊരുവിടമെന്ന് പറഞ്ഞത്, അത്രയ്ക്ക് നല്ല ഭയങ്കര മഴയാണ്. അപ്പോൾ ഞങ്ങളുടെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 14 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. 17 ഡേയ്സ് ഇന്നിപ്പോൾ 17-18 ദിവസത്തോളം ആകുന്നു. അപ്പം നമ്മൾ അത്യാവശ്യം ക്ലീനിങ്ങും പുറത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ശക്തമായ മഴ തുടങ്ങിയത്. ഇപ്പോൾ വേണ്ട മഴയൊക്കെ തോന്നിട്ട് നല്ലൊരു അന്തരീക്ഷമായിട്ടുണ്ട്. അപ്പം ഞാൻ പതുക്കെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും കണ്ട് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. നാല് സൈഡും മൊത്തം മരമായതുകൊണ്ട് ഒറ്റ ദിവസം തന്നെ ഒന്ന് കാറ്റടിച്ചാൽ നിറച്ച് കരികിലയാവും. അപ്പോൾ കുറേശ്ശെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, അത്രയ്ക്ക് കരികിലയുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏകദേശം ഉച്ചയാകാറായി. അപ്പോൾ ഉച്ചയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഉണക്കമീൻ കറി വെക്കാമെന്ന്. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് നമുക്കിവിടെ പച്ചമീനൊന്നും കിട്ടാത്ത കാരണം ഉച്ചയാകുമ്പോൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ നല്ല ഉണക്കമീൻ വറക്കുന്ന മണമാണ്. അപ്പം ഞാനങ്ങനെ നേരത്തെ ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ടിരുന്നു. അപ്പം കുട്ടൻ കോര എന്ന് പറഞ്ഞ മീനും പിന്നെ കുറിച്ചിയുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഞാൻ കുറേശ്ശെ എടുത്തു. പിന്നെ ചക്കക്കുരു ഉണ്ടായിരുന്നു, മാങ്ങ, പിന്നെ മുരിങ്ങയ്ക്ക, ഇത് മൂന്നും കൂടെ കറി വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടത് തേങ്ങയാണ്. ഞാൻ ഏകദേശം ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളൊരു മിക്സി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് തേങ്ങയും മറ്റു കാര്യങ്ങളുമൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം. എന്നിട്ടൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഒരു മുറി തേങ്ങയോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് അത്ര തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കുറച്ച് ഉലുവ ഉണ്ടല്ലോ, ഇത്രയും ഉലുവ, ഒരുപാടായിപ്പോലെ. ഉലുവ ഇല്ലെങ്കിൽ ഉലുവ പൊടിയായാലും ചേർത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു 2 കഷ്ണം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആദ്യം അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ല, ചട്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ ഉണക്കമീൻ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു, മാങ്ങ അരിഞ്ഞത് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങ അരിഞ്ഞതും കൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള പച്ചമുളക് ചേർക്കുക. പച്ചമുളക് ഞാനിപ്പോൾ ചേർക്കുന്നത് ഉണ്ടമുളകാണ്. അത് നല്ല എരിവാണ് ഇതിന്. ഞാനൊരു 5 എണ്ണം വരെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിനകത്തോട്ട് ചേർക്കുക. പിന്നെ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് അത്രയും ചാറ് മതി. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. നമ്മളിത് ഉണക്ക മീനായതുകൊണ്ട് ഒരു പകുതി വേവാകുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഒരു തിള വരുമ്പോഴത്തേക്കിന് നോക്കാം. അപ്പം ഞാനൊരു സൈഡിൽ നമ്മുടെ കിണ്ണത്തപ്പത്തിന് വേണ്ടി ഞാൻ വെച്ചേക്കുകയാണ്. അപ്പോൾ കിണ്ണത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ വട്ടയപ്പം എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് റെഡി ആയിരിക്കുകയാണ് ഒരു സൈഡിൽ. ആ സമയത്ത് വേണ്ട നമ്മുടെ മീനൊക്കെ തിളച്ച് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊരു ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം.
ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുക. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ചട്ടി നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ആ സമയത്ത് ഞാൻ മുരിങ്ങയിലയും ചക്കക്കുരും കൂടെ തോരനും വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം വേവായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് വിതറുന്നുണ്ട്. വേവിക്കുന്നില്ല. എന്നിട്ട് നമ്മളങ്ങ് കറി അങ്ങ് വാങ്ങുവാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കടുക് താളിച്ച് ചേർക്കുകയാണ്. ഞാൻ ഒരു ചീനച്ചട്ടി എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുക്, കൊച്ചുള്ളി അരിഞ്ഞത്, വറ്റൽ മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് മീൻ കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.